ഹലോ, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് ചിക്കൻ കൊണ്ടുള്ള അടിപൊളി ഡിഷാണ്. നല്ല ടേസ്റ്റാണത് കഴിക്കാനായിട്ട്. മാത്രമല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ബോഡി ബിൽഡേഴ്സിനും ബിഗിനേഴ്സിനും ബാച്ചിലേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇന്ന് ഞാനിവിടെ എടുക്കുന്നത് 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റാണ്. ഇത് നേരിയതായി മുറിച്ചെടുത്തതാണ്, അതുകൊണ്ട് തന്നെ വീണ്ടും മുറിക്കാൻ നിൽക്കണില്ല. ഇതിനി നന്നായിട്ടൊന്ന് അടിച്ച് പരത്തിയെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ടാണ് നമ്മളങ്ങനെ ചെയ്യണത് കേട്ടോ. ചെറുതായിട്ടൊന്ന് അടിച്ചാൽ മതി. അതിന് ശേഷം ഇതിലേക്ക് നന്നായിട്ട് ഡീപ്പായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുക ഇതിനകത്ത്. കണ്ടില്ലേ, ഇത് അതുപോലെ. അടുത്തത് മാരിനേഷനുള്ള മസാല ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല പൊടി, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ കസൂരി മേത്തി കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ, ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 മുറി ചെറുനാരങ്ങയുടെ നീരും, 2 ടേബിൾ സ്പൂൺ അധികം പുളിക്കാത്ത തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇനി ഈ മസാല ചിക്കൻ ബ്രസ്റ്റിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കത്തക്ക വിധം പുരട്ടി വെക്കണം. അതിന് ശേഷം ഒരു 1/2 to 1 മണിക്കൂർ വരെ നന്നായിട്ട് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് മാരിനേറ്റ് ചെയ്യണം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾ ഓയിലും കുറച്ച് ബട്ടറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ വേവിച്ചെടുക്കാൻ പോണേ. അതിന് ശേഷം ചിക്കൻ ബ്രസ്റ്റ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15-20 മിനിറ്റ് ഒരു ഭാഗം നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിന് ശേഷം തിരിച്ചിട്ടിട്ട് മറുഭാഗം വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 50 മിനിറ്റോളം ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വെന്തോന്നറിയാനായിട്ട് ഫോർക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കിയാൽ അറിയാൻ പറ്റും ചിക്കൻ വെന്തോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ നമുക്കത് നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ടൈം എടുക്കും, കാരണം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണമല്ലോ ഇത് വേവിച്ചെടുക്കാനായിട്ട്. എന്നിരുന്നാലും നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ മക്കൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇത് കംപ്ലീറ്റ് മീലായിട്ട് തന്നെ എടുക്കാൻ പറ്റും. മാത്രമല്ല ടോസ്റ്റഡ് വെജിറ്റബിൾസും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സോസും കൂട്ടി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കാനും മറക്കരുതേ. ഇതുപോലെ നല്ല സൂപ്പർ റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.